തെക്കേ അറ്റമായ കന്യാകുമാരി ജില്ല തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും സംസ്കാരങ്ങൾ സംഗമിക്കുന്ന ഒരു സവിശേഷ ഭൂമികയാണ്. പ്രകൃതിയുടെ സൗന്ദര്യവും ആത്മീയതയുടെ ആഴവും ഇവിടെ ഇഴചേർന്ന് കിടക്കുന്നു. അത്തരമൊരു പ്രദേശത്താണ് മാർത്താണ്ഡത്തിനടുത്ത് ദേശീയപാതയോരത്ത് തല ഉയർത്തി നിൽക്കുന്ന വെട്ടുവന്നി കണ്ടൻ ശാസ്താ ക്ഷേത്രം. 1000 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കല്ലിലും കൊത്തിവെച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹ്യങ്ങളുടെയും അചഞ്ചലമായ ഭക്തിയുടെയും കഥകളാണ്. കേരളീയ ശൈലിയും തമിഴ് പാരമ്പര്യവും സമ്മേളിക്കുന്ന ഈ ദേവാലയം ധർമ്മശാസ്താവിനായി സമർപ്പിക്കപ്പെട്ട ഒരു പുണ്യ സങ്കേതമാണ്. നാഗർകോവിൽ തിരുവനന്തപുരം ദേശീയപാതയിൽ കുഴിത്തുറ ബസ് സ്റ്റോപ്പിൽ നിന്ന് കേവലം 2 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. പ്രദേശവാസികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രം. വെട്ടുവന്നി ക്ഷേത്രത്തിന്റെ പേരിൽ ഒളിപ്പിച്ച രഹസ്യങ്ങളെയും ചരിത്രപരമായ പശ്ചാത്തലത്തെയും അതിൻ്റെ സവിശേഷമായ പൂജാവിധികളെയും കുറിച്ച് ഇനി ആഴത്തിലറിയാം. വെട്ടുവന്നി ക്ഷേത്രം വെടിവഴിപാട് നടത്തുന്ന ശാസ്താവിൻ്റെ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ പേരിന് പിന്നിലെ ആചാരം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ശാസ്താ ക്ഷേത്രത്തിൽ വെടിവഴിപാട് ഒരു പ്രധാന വഴിപാടായി മാറുന്നത് അപൂർവമാണ്. ഇവിടെ ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകുന്നതിൻ്റെയും ദുരിതങ്ങൾ അകറ്റുന്നതിൻ്റെയും സൂചനയായി അയ്യപ്പന് നേർച്ചയായി കതിനാവെടികൾ കത്തിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള കതിനാവെടികളുടെ മുഴക്കം പ്രദേശമാകെ അലയടിക്കുമ്പോൾ അത് കേവലം ഒരു ശബ്ദഘോഷമല്ല, മറിച്ച് ഭക്തനും ദൈവവും തമ്മിലുള്ള കരാർ പൂർത്തിയാക്കിയതിൻ്റെ പ്രഖ്യാപനമായി ഭക്തർ കണക്കാക്കുന്നു. വെടിയുടെ ശബ്ദം നെഗറ്റീവ് ഊർജ്ജങ്ങളെ അകറ്റുമെന്നും ക്ഷേത്ര പരിസരത്ത് ശുദ്ധമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും വിശ്വാസമുണ്ട്. കൂടാതെ ഈ തീവ്രമായ ശബ്ദം ഭക്തന്റെ ശ്രദ്ധയെ ദൈവത്തിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് പലയിടത്തും നിയന്ത്രിക്കപ്പെടുമ്പോൾ പോലും ഈ ക്ഷേത്രം അതിലെ പുരാതനമായ വഴിപാട് രീതികൾ നിലനിർത്തുന്നത് ശ്രദ്ധേയമാണ്. ഈ ആചാരം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാന പ്രതിഷ്ഠ ശ്രീ ധർമ്മശാസ്താവാണ്. ശാസ്താവിനൊപ്പം പത്നിമാരായ പ്രഭയും സത്യകനും, അതായത് പൂർണ്ണ പുഷ്കലമാർ, ഉപദേവതകളായി ഇവിടെ കുടികൊള്ളുന്നു. ഇത് ധർമ്മശാസ്താവിൻ്റെ കുടുംബസമേതമുള്ള അപൂർവമായ പ്രതിഷ്ഠാസങ്കല്പമാണ്. ശബരിമലയിലെ അയ്യപ്പൻ ബ്രഹ്മചാരി സങ്കല്പത്തിലാണ് കുടികൊള്ളുന്നതെങ്കിൽ മറ്റ് ശാസ്താക്ഷേത്രങ്ങളിൽ അദ്ദേഹം പത്നിമാരോടൊപ്പം സസുഖം വാഴുന്ന രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. വെട്ടുവന്നി ക്ഷേത്രത്തിലെ ഈ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തെയും കുടുംബ ബന്ധങ്ങളുടെ മഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു. കൂടാതെ ഗണപതി ഹോമം ഒരു പ്രധാന വഴിപാടായി ഇവിടെ നടത്തുന്നതിനാൽ ഗണപതിയുടെ സാന്നിധ്യവും ഉപദേവതാസ്ഥാനത്ത് പ്രബലമാണ്. ക്ഷേത്ര നിർമ്മാണ ശൈലി കേരളീയ തച്ചുശാസ്ത്രത്തിൻ്റെയും തമിഴ് ശില്പകലയുടെയും സംഗമമായതിനാൽ വാസ്തുപരമായി ഇത് അതിർത്തി പ്രദേശത്തെ സവിശേഷതകളെ പ്രതിഫലിപ്പിക്കുന്നു. ചുറ്റമ്പലം, ശ്രീകോവിൽ, കൊടിമരം, ബലിക്കല്ല് തുടങ്ങിയവയെല്ലാം ദ്രാവിഡ ശൈലിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രവർത്തന സമയവും ഉത്സവങ്ങളും ഈ ദേവാലയത്തിൻ്റെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടുന്നു. ചില പ്രത്യേക പൂജകൾക്കും ഉത്സവങ്ങൾക്കുമായി ക്ഷേത്രം തുറക്കുന്ന ദിവസങ്ങളിൽ ഭക്തജന തിരക്കും വർദ്ധിക്കുന്നു. വെട്ടുവന്നി കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഉത്സവം മെയ് മാസത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. പൈങ്കുനി ഉത്രം ഉത്സവം ഇവിടെ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ക്ഷേത്രത്തിലെ പൂജാ സമയക്രമം വളരെ ചിട്ടയായതാണ്. രാവിലെ 5-ന് നട തുറന്ന് 6:30 മുതൽ 7 വരെ ഗണപതി ഹോമം, തുടർന്ന് 10 മുതൽ 12 വരെ കളഭാഭിഷേകവും 12:30-ക്ക് കളമെഴുത്തും പാട്ടും നടക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജയും ദീപാരാധനയും. വൈകിട്ട് 5:30-ക്ക് നട വീണ്ടും തുറന്ന് വിശേഷ ദിവസങ്ങളിൽ 5:30 മുതൽ 7:30 വരെ വിൽപ്പാട്ട് അരങ്ങേറുന്നു. വൈകിട്ട് 6:30-ക്ക് ദീപാരാധനയും രാത്രി 7:30-ന് പുഷ്പാഭിഷേകവും രാത്രി 8-ന് ദീപാരാധന, കളമഴിക്കൽ, ഹരിവരാസനം എന്നിവയോടെ നടയടയ്ക്കുന്നു. ഈ കർശനമായ സമയക്രമം ക്ഷേത്രത്തിലെ ദൈനംദിന പൂജകളുടെ പവിത്രതയും ചിട്ടവട്ടങ്ങളും നിലനിർത്താൻ സഹായിക്കുന്നു. വെട്ടുവന്നി ശാസ്താക്ഷേത്രം കന്യാകുമാരി ജില്ലയുടെ സാംസ്കാരികവും ആത്മീയവുമായ ഭൂപടത്തിലെ ഒരു പ്രധാന കേന്ദ്രമാണ്. വൈകിട്ട് 5:30 മുതൽ 7:30 വരെ നടക്കുന്ന വിൽപ്പാട്ട് എന്ന കലാരൂപം ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആകർഷണമാണ്. തെക്കൻ കേരളത്തിലെയും തമിഴ്നാടിൻ്റെയും പാരമ്പര്യത്തിൽ വേരൂന്നിയ ഈ കഥാഗാനാഖ്യാനം ധർമ്മശാസ്താവിൻ്റെയും മറ്റ് ദേവതകളുടെയും കഥകൾ ലളിതമായ ഈണത്തിൽ ഭക്തരിലേക്ക് എത്തിക്കുന്നു. ഇത് ക്ഷേത്രത്തെ ഒരു ആത്മീയ പഠന കേന്ദ്രമായും പ്രാദേശിക കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന വേദിയായും മാറ്റുന്നു. കേരളത്തിലെ അയ്യപ്പ ഭക്തർക്കും തമിഴ്നാട്ടിലെ ശാസ്താ ഭക്തർക്കും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ശബരിമലയുടെ സാന്നിധ്യം എന്ന വിശ്വാസം കേരളത്തിലെ ഭക്തരെ മാത്രമല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിലും ഈ ക്ഷേത്രത്തിന് വലിയ സ്ഥാനമുണ്ടാക്കി. ഈ ക്ഷേത്രം 2 സംസ്ഥാനങ്ങളുടെയും ഭക്തിധാരകളെ ഒരുമിപ്പിച്ച് നിർത്തുന്നു. നല്ലൂർ,
വെട്ടുവന്നി കണ്ഠൻ ശാസ്ത ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രത്തിന്റെ ഭരണം. അടുത്ത തവണ കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ ദിവ്യമായ ഊർജവും ആത്മീയ പുണ്യവും നേരിട്ട് അനുഭവിച്ചറിയുന്നത് ഒരു അവിസ്മരണീയ അനുഭവമായിരിക്കുമെന്ന് ഉറപ്പ്.